ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് പനി, കോൾഡ്, ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ഇതുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. തൊണ്ടയ്ക്കൊക്കെ അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതുണ്ടാക്കിയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൽ ഹൈ എമൗണ്ട് വൈറ്റമിൻ B6 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ മസിൽസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനിയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്തേക്കാം. അതിനുശേഷം അതിലേക്ക് വന്നിട്ട് ഒരു 3 സബോള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ വന്നിട്ട് ഇഞ്ചി കൊത്തിയരിഞ്ഞതും 1.5 ടീസ്പൂൺ വന്നിട്ട് വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് 1.5 ടീസ്പൂൺ അളവിൽ വന്നിട്ട് ഗരം മസാലയാണ്. അപ്പോൾ ഇതിലൊരുപാട് മസാലകളും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം. അതിന് മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് വന്നിട്ട് 2 ചിക്കൻ്റെ ക്യൂബും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ, ബിക്കോസ് ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം നല്ലപോലെ ഇറങ്ങുന്നതായിരിക്കും. പിന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കോക്കനട്ടിൻ്റെ മിൽക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാക്കറ്റിൻ്റെ കോക്കനട്ട് മിൽക്ക് കിട്ടും, അതാണ് ഞാൻ യൂസ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് നാട്ടിലുള്ളവർക്ക് തേങ്ങ ചിരകിയിട്ട് പാല് പിഴിഞ്ഞെടുത്ത് കേട്ടോ. പിന്നെ അതിലേക്ക് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് വന്നിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ വന്നിട്ട് ഞാൻ കാഷ്യൂനട്ട് പേസ്റ്റ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തള വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഞാനൊരു 4 ചെറിയുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നമുക്ക് ഒന്ന് വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ അതിൽ കൂടെ കുറച്ച് കാഷ്യൂനട്ടും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഇടുന്നത് വന്നിട്ട് ലാസ്റ്റാണ് ഇടുന്നത്. ലാസ്റ്റ് ഇതുപോലെ 3-4 കട്ട് ചെയ്ത് മേലെ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഞാൻ വേവിക്കുന്നില്ല. തക്കാളി ലാസ്റ്റ് ഇതുപോലെ ആ ചൂട് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ചാൽ മതിയാവും. പിന്നെ ഞാൻ ഉള്ളിയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഇതുപോലെ വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് മേലെ തൂവിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചൂടോടെ നമുക്ക് എന്താ പറയുക, അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. പുട്ടിൻ്റെ കൂടെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. ഒരുപാട് കോമ്പോസ് ഉണ്ട് കേട്ടോ സ്റ്റൂവിന് വന്നിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു സോ മച്ച് ഓൾ, ബൈ.